ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രകർമ്മം പരിച്ഛേദന ചെയ്യുവീൻ, ഇനിമേൽ ദുശാഠ്യമുള്ളവരായിരിക്കരുത്. പ്രിയപ്പെട്ടവർ, ജഡത്തിൻ്റെ പ്രവൃത്തികളിലാണ് ശാഠ്യം പറഞ്ഞേക്കുന്നത്. ശാഠ്യം നിർബന്ധ സ്വഭാവം, എൻ്റെ ഇഷ്ടം, ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ അഭിപ്രായമാണ് ശരി, അതാണ് ശാഠ്യം. അത് ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തോട് ദുശാഠ്യമുള്ളവരാകാതിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രകർമ്മം പരിശോധന ചെയ്യണം. അത് പുതിയ നിയമത്തിൽ കർത്താവായ യേശു പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യം: വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ്റെയും കൈവെട്ടി കളയാനല്ല കർത്താവ് പറയുന്നത്. അത് വളരെ വ്യക്തമായി നിങ്ങൾ അറിയേണ്ടതാണ്. കർത്താവ് പറയുന്ന വചനങ്ങളെല്ലാം ആത്മാവിന് വേണ്ടി പറയുന്നതാണ്. നിൻ്റെ ആത്മാവ് സുഖമായും ശുഭമായും ഇരിക്കുന്നതിന്, നിൻ്റെ ആത്മാവ് ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന്, നിൻ്റെ ഹൃദയം എപ്പോഴും സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നതിന് തടസ്സമായി നിൻ്റെ വലം കൈയാണോ ആ വലം കൈ വെട്ടി എറിഞ്ഞു കളയുക. ദൈവത്തിന് സ്തോത്രം. എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുന്നത് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും അത് വെട്ടിക്കളയുക. സ്തോത്രം. അതിനെയാണ് കർത്താവ് പറഞ്ഞത്, നിൻ്റെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അത് ചൂന്നെടുത്ത് എറിഞ്ഞു കളയുക. നീ 2 കണ്ണുമുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ പോകുന്നതിനൊക്കെ നല്ലത്. സ്തോത്രം. ഈ മർമ്മം വാസ്തവത്തിൽ നിങ്ങളൊന്ന് ഗ്രഹിക്കേണ്ടതാണ്. എന്താണ് എൻ്റെ അർത്ഥം? കണ്ണ് ചൂന്ന് കളയുവാനല്ല. എന്നാൽ കണ്ണ് ചൂന്ന് കളഞ്ഞ സംഭവമുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നൊരു പെൺകുട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്നൊരു പെൺകുട്ടിയാണ്. അവൾ നല്ല പ്രാർത്ഥന ഉള്ള ഒരു പെൺകുട്ടി, നല്ല സമർപ്പണമുള്ളൊരു പെൺകുട്ടി. അവളങ്ങനെ പഠിക്കുമ്പോൾ ആ ഹോസ്റ്റലിലേക്ക് ഒരു യുവാവ് കടന്നു ചെന്നു. ആ യുവാവ് അതിൻ്റെ മേട്ടറിനെ കേട്ടിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന പെൺകുട്ടിയെ കാണണം. എന്തിനാണെന്ന് ചോദിച്ചു. എനിക്ക് അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയാനാണെന്ന് പറഞ്ഞു. ആ മേട്ടറൻ അവിടെ ഇരുന്നു. ആ ചുവാവിനെ അവിടെ ഇരുത്തി ആ പെൺകുട്ടിയെ വരുത്തി. പെൺകുട്ടികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. ആ യുവാവ് പറഞ്ഞു, എനിക്കതിൻ്റെ കണ്ണുകൾ ഇത്ര സൗന്ദര്യമുള്ളതാണല്ലോ, എന്നെ ആകർഷിച്ചു പോയി, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. ആ പെൺകുട്ടി അവൾ മേട്ടറിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ ജീവിതം കർത്താവ് സമർപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂ, നിൻ്റെ കണ്ണുകൾ എനിക്ക് അത്രമാത്രം ആകർഷിക്കപ്പെട്ടു പോയി. അവൾ പറഞ്ഞു, എനിക്കൊരു 2-3 മിനിറ്റ് സമയം തരാമോ? തരാം. അവൾ അവളുടെ റൂമിലേക്ക് പോയി. ഞാനിങ്ങനെയാണ് കേട്ടത്. അവളുടെ കൈലേസ് എടുത്ത് അവൾ ആ മേശപ്പുറത്ത് വെച്ചു. അവളുടെ 2 കൈവിരലുകളും അകത്തേക്ക് കയറ്റി 2 കണ്ണുകളും പറിച്ചും കൊടുത്തു. പറിച്ചെടുത്ത കൈലേസിലങ്ങ് വെച്ചു. കൈലേസ് ചുരുട്ടി ഒരു കയ്യിൽ പിടിച്ച് തപ്പി വന്നു. ആ മുറിയിലേക്ക് വന്നു. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ കണ്ണുകളല്ലേ, എന്നാൽ പിടിച്ചോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, അങ്ങനെ ചെയ്തവരുമുണ്ട്. നിൻ്റെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ എന്നെ ചൂന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുമുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കടനായി സ്വർഗത്തിൽ പോകുന്നതിനൊക്കെ നല്ലത്. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് പിൻവലിക്കുന്നത് എന്താണ്? ഭാര്യയാണോ? ഭർത്താവാണോ? സൗന്ദര്യമാണോ? ജോലിയാണോ? മക്കളാണോ? ഏറാണ്? അതിനെ തള്ളിക്കളയുക. വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? എന്തൊരു വലിയ മർമ്മമാണത്. അതാണ് കർത്താവ് പറഞ്ഞത്, വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ നിൻ്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. സ്തോത്രം. നിനക്കിടർച്ച വരുത്തുന്നത് എന്താണോ അതിനെ നീ തള്ളിക്കളയുക, ഉപേക്ഷിക്കുക. മനസ്സാണോ പ്രിയപ്പെട്ടവർ? ഹൃദയം പരിശോധന ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സാണോ? ഹൃദയത്തിൽ ദൈവസ്നേഹത്തിനെതിരായി നിൽക്കുന്നത് വെട്ടിക്കളയുവാൻ നിങ്ങൾക്ക് മനസ്സാണോ? നിഷ്കരണം അറുത്ത് മുറിച്ച് കളയാൻ നിങ്ങൾക്ക് മനസ്സാണോ? റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് മർമ്മമായി പറഞ്ഞിട്ടുണ്ട്: നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൻ്റെ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം
വചനം കേൾക്കുന്ന ദൈവ പൈതൽ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ, നിനക്ക് ദൈവഭയം ഉണ്ടെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്താണ് അപ്പോസ്തലൻ പറഞ്ഞത്? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് എൻ്റെ ജീവിതത്തിൽ ഒരു പാപം വരാനിട വരാതെ വണ്ണം എൻ്റെ നാവ് കൊണ്ടോ, എൻ്റെ കണ്ണുകൊണ്ടോ, എൻ്റെ മനോഭാവം കൊണ്ടോ, എൻ്റെ ചിന്ത കൊണ്ടോ ഒരു പാപം വരാതെ വണ്ണം ഞാൻ എൻ്റെ തന്നെ പഴയ മനുഷ്യനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചവനാണ് ക്രിസ്ത്യാനി, ക്രൂശിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി, പാപത്തിന് മരിച്ചവനാണ് ക്രിസ്ത്യാനി, കുരിശ് വരയ്ക്കുന്ന ക്രിസ്ത്യാനി, കുരിശ് ധരിക്കുന്ന ക്രിസ്ത്യാനി, കുരിശിനെ ആദരിക്കുന്ന ക്രിസ്ത്യാനി പാപത്തിന് മരിച്ചവനാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ എന്ന് നിങ്ങൾ ഓരോരുത്തർ ശാന്തമായി ചിന്തിക്കുക. ഇതിനെതിരെ പോരാടാൻ, ഇതിനെതിരെ വാളെടുക്കാൻ നിങ്ങൾക്ക് ആർക്കെല്ലാം മനസ്സുണ്ട്? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു നാം അറിയുന്നു. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടുവോ? പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടാൽ അവൻ മരിക്കും. പഴയ മനുഷ്യൻ മരിച്ചാൽ അവൻ അടക്കപ്പെടും. പഴയ മനുഷ്യൻ അടക്കപ്പെട്ടാൽ അവൻ ക്രിസ്തുവിനോട് ഉയർക്കും. ഉയർക്കുന്നത് പുതിയ മനുഷ്യനായിരിക്കും. അവനാണ് ക്രിസ്ത്യാനി, അവനാണ് വിശ്വാസി. പഴയ മനുഷ്യൻ മരിച്ചുവോ? പുതിയ മനുഷ്യൻ ജീവിക്കുന്നുവോ? ക്രിസ്തുവിനോട് നാം ജീവിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു, നാം അറിയേണ്ടതാണ്. ഞാൻ അങ്ങനെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പാപത്തിന് മരിച്ചിട്ടുണ്ടോ? എബ്രായ ലേഖനത്തിൽ കാണാം, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പരിശുദ്ധാത്മാവാൻ ദൈവം അന്നത്തെ എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നിങ്ങൾക്ക് അത്രയും ഒരു ഗ്രേഡ് വന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് ചില ലാഘവങ്ങളുണ്ട്, അത് ശരിയല്ല. അങ്ങനെയല്ല ഒരു വിശ്വാസം ജീവിക്കേണ്ടത്. സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. വചനം കിടക്കുന്ന ദൈവവേദന, നീ ആത്മാവിൽ ജീവിക്കുന്നവനാണോ അതോ ആത്മാവിൽ മരിച്ചവനാണോ? എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെ തിരിച്ചറിയാം? ഒരു അത്യാസന നിലയിലുള്ള രോഗിയെ ഡോക്ടറേക്കിലേക്ക് കൊണ്ടുവന്ന ഡോക്ടർ ആദ്യം പൾസ് പിടിച്ച് നോക്കും. ശ്വാസോച്ഛ്വാസം ഉണ്ടോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഒരു വിശ്വാസി അവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നവനാണോ, അവൻ പുതിയ സൃഷ്ടിയാണോ എന്നെങ്ങനെ അറിയാം? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. എത്ര കൃത്യമായിട്ടാണ് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നത്. ശാന്തമായി ചിന്തിക്കുക. ഞാൻ എപ്പോഴാണ് കിടക്കുന്നത്? എനിക്കിഷ്ടമുള്ളപ്പം. ഞാൻ എപ്പോഴാണ് എഴുന്നേക്കുന്നത്? എനിക്കിഷ്ടമുള്ളപ്പം. ഞാൻ എന്താണ് കഴിക്കുന്നത്? എനിക്കിഷ്ടമുള്ളത്. ഞാൻ എന്താണ് സംസാരിക്കുന്നത്? എനിക്കിഷ്ടമുള്ളത്. എല്ലാം എൻ്റെ ഇഷ്ടം. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. നീ ആത്മാവിൽ മരിച്ചവനാണ്. നീ ദൈവവുമായി ബന്ധമില്ലാത്തവനാണ്. നീ സ്തുതി അറ്റുപോയവനാണ്. നീ ഏത് സ്ഥാനത്തിരിക്കുന്നവനായാലും, നീ ഏത് വേഷം ധരിക്കുന്നവനായാലും, നീ എത്ര ഉന്നതനായാലും ശരി, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ മരിക്കും നിശ്ചയം. ആത്മാവിൽ മരിച്ചിരിക്കുന്നു നിശ്ചയം. എന്ത് ചെയ്യണം? അതാണ് പ്രശ്നം പറയുന്നത്. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. പരിശുദ്ധാത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവനാണ് ജീവിക്കുന്നത്. മനസ്സാണോ? തയ്യാറാണോ? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഇതിൽ നിനക്ക് മനസ്സാണോ? പരിശുദ്ധാത്മാവ് നിൻ്റെ അരികിൽ നിൽക്കുന്നു, നിന്നെ സഹായിപ്പാൻ അടുത്ത് നിൽക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്നാൽ സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യത്തിന്മേൽ കൈവയ്ക്കുകയില്ല. അവൻ അനുവദിക്കാറ് പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയില്ല. വളരെ വ്യക്തമാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്ന ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിത്യനായ ദൈവം ആദാമിന് കൊടുക്കുന്നതായ വാഗ്ദത്തം, സ്ത്രീയുടെ സന്തതി സർപ്പത്തെ ചതയ്ക്കും, അന്ന് നിനക്ക് ഏതും തൊടുത്തടിയ പ്രവേശനം കിട്ടും. സ്ത്രീയുടെ സന്തതിയായ ഒരുവർ ജനിക്കാൻ ദൈവം നോക്കി 4000 വർഷം നോക്കി. പ്രിയപ്പെട്ടവരെ, അവസാനം ഒരു മറിയാമിനെ കണ്ടെത്തി. അകത്ത് പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറിയാമിൻ്റെ അടുക്കലേക്ക് ദൈവദൂതൻ ചെന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിച്ചു. സ്തോത്രം. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ. പ്രിയപ്പെട്ടവർ, ദൈവവചനം കേൾക്കുന്ന ദൈവവേദില് അതേ കൃപ നിന്നെ സന്ധിക്കുകയാണ്. അതേ കൃപ നിൻ്റെ ഹൃദയത്തിൽ അലയടിക്കുകയാണ്.
അതേ ദൈവം നിന്നെ സന്ദർശിക്കുകയാണ്, നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വചനം തരുന്നതാണ് കൃപ. ആ കൃപയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നീ ഒരു മകനെ പ്രസവിക്കും. സ്തോത്രം. മറിയാം അത്ഭുതത്തോടെ ഇരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു പുരുഷനെ അറിയായിയാൽ ഇതെങ്ങനെ സംഭവിക്കും? മറിയാം ചോദിച്ചു. ദൂതനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം ഈ മറിയയുടെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുകയാണ്. അവിടെ ഹൃദയത്തിലേക്ക് കിടക്കാൻ നിർവാഹമില്ലാതെ നിൽക്കുകയാണ്. അവളുടെ അനുവാദം കിട്ടിയിട്ട് വേണം പരിശുദ്ധാത്മാവിന് കടന്നു വരാൻ. ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തിൻ്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പൈതൽ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. സത്യം പറഞ്ഞു കൊടുത്തു. ഈ മർമ്മം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളത്തിലേക്ക് വന്നാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ മറിയാം ഒരു വാക്ക് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ന്യായപ്രമാണം അറിയാവുന്ന പെൺകുട്ടി, വിവാഹം കഴിയാറ് ഗർഭിണിയായാൽ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന കർശനമായ നിയമം ന്യായപ്രമാണത്തിലുണ്ട് എന്നറിയാവുന്ന പെൺകുട്ടി, ഇതെല്ലാം അറിയാമെങ്കിലും ദൈവം ഇടപെടുമ്പോൾ, ദൈവ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാം മറന്ന്, തന്നെ മറന്ന്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ആ തലമേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. പ്രിയപ്പെട്ടവർ, ഇന്ന് നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ, ഇന്ന് നിൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരണമെങ്കിൽ, ഒരു മാനസാന്തരത്തെ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ നീ അത് സംഭരിച്ചേ മതിയാവൂ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിനക്ക് എന്നെക്കുറിച്ചുള്ള ഹിതം എന്താണ്, അതിനെനിക്ക് മനസ്സാണ് എന്ന് പൂർണ്ണ മനസ്സോടെ സംഭരിക്കാൻ ആർക്ക് തയ്യാറുണ്ട്? അവൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരും. ആ വ്യക്തി ആളുമാറും. സ്തോത്രം. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. 47 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആ വാക്ക് പറഞ്ഞു. എൻ്റെ ജീവിതം മാറി, എൻ്റെ സ്ഥിതി മാറി. ഞാൻ കൂട്ടായ്മയിലേക്ക് പോയ ആളല്ല തിരികെ വരുന്നത്. ഞാൻ സ്തുതിയായി തിരികെ വന്നു, നിലയ്ക്കാത്ത സ്തുതിയുമായി തിരികെ വന്നു. പാപത്തിന്മേൽ ജയം അനുഭവിക്കുന്നതിനായി ഞാൻ തിരികെ വന്നു. രോഗസൗഖ്യം കിട്ടിയവനായി ഞാൻ തിരികെ വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പാവമോചനത്തിൻ്റെ സൗഖ്യവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ഞാൻ തിരികെ പോന്നു. ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതാക്കപ്പെടുന്നു. ഹൃദയത്തിൻ്റെ പരിച്ഛേദന നിങ്ങൾക്ക് മനസ്സാണോ? ആ വാളിതാ നിങ്ങളുടെ തൊട്ടരികിൽ വന്ന് നിൽക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വചനമാകുന്ന വാൾ നിൻ്റെ ഹൃദയത്തിൽ മുട്ടിച്ചു വച്ചിരിക്കുന്നു. ആ വാൾ കൊണ്ട് എൻ്റെ ഹൃദയത്തെ പരിശോധന ചെയ്യാൻ നിനക്ക് മനസ്സാണോ? ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു. ഒരു വിശ്വാസിയെ കലക്കരുത്. ഒരു വിശ്വാസിയുടെ നേർപാതയിൽ നിന്ന് അവനെ ഒരിക്കലും തെറ്റിക്കരുത്. വിശ്വാസിയെ കലക്കുന്നതാരായാലും അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു. കലക്കുന്നത് ഏറെ അവയവമാണ്, അതിനെ മുറിച്ചു കളയാനാണ് അപ്പോസ്തലൻ പറയുന്നത്. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം. ഒരാൾ കിടർച്ച വരുത്തുന്നവരെൻ്റെ ഒരു അവയവം ഏറായാലും ശരി, കണ്ണായാലും ശരി, നാവായാലും ശരി, എൻ്റെ ബുദ്ധിയായാലും ശരി, അതിനെ അംഗച്ഛേദം ചെയ്യാനാണ് അപ്പോസ്തലൻ പറയുന്നത്. കൊടിയ നഷ്ടം, നിത്യനരകത്തിന് യാതന അനുഭവിക്കേണ്ടതായ വലിയ നഷ്ടത്തിൽ നിന്ന് നീ ആ അംഗത്തെ നീ അങ്ങ് ഛേദിച്ച് കളഞ്ഞേക്കുക, അംഗച്ഛേദം ചെയ്ത് കളയുക. ആ അംഗമില്ലാത്തവനായി, കൈ ഇല്ലാത്തവനായി, കണ്ണില്ലാത്തവനായി നിനക്ക് സ്വർഗത്തിൽ പോകാം, ദൈവത്തോട് ജീവിക്കാമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. വീണ്ടും വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഹൃദയത്തിന് കാഠിന്യമേറിയ അഗ്നികർമ്മം ഉണ്ടാകുന്ന ഈ പ്രവൃത്തികൾ അത് എന്തെല്ലാമാണ്? ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. നീ ജഡീകനാണ്, നീ പ്രാകൃതനാണ്, ആത്മാവില്ലാത്തവനാണ്, നിൻ്റെ ഹൃദയം തടിച്ചിരിക്കുകയാണ്, നിനക്ക് കണ്ണുനീരിൻ്റെ അനുഭവമില്ല, നിനക്ക് ദൈവവുമായി ബന്ധമില്ല. നീ ഇതെല്ലാം മാറ്റിക്കളയേണ്ടതാണ്. നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ മരിപ്പിച്ചേ സാധിക്കുകയുള്ളൂ. ഈ അവയവങ്ങളെ എങ്ങനെ മരിപ്പിക്കാം? ഈ ശരീരം മുഴുവനുമുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം എല്ലാം വന്നു. പ്രവൃത്തികൾ വന്നു. പ്രാകൃത മനുഷ്യൻ്റെ പ്രവൃത്തികൾ വന്നു. ജഡീക മനുഷ്യൻ്റെ പ്രവൃത്തികൾ വന്നു. ചിന്താഗതികൾ വന്നു.
അകമേയും പുറമേയുമുള്ള അവയവങ്ങൾ അതെല്ലാം തിന്മയിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നേ നിനക്ക് ചെയ്യാനുള്ളൂ, നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. എങ്ങനെ മരിപ്പിക്കും? ആന്തരികവും ബാഹ്യവുമായ സകല അവയവങ്ങളെയും മരിപ്പിക്കണം. എങ്ങനെ മരിപ്പിക്കും? വേറെ ഒരു മാർഗവുമില്ല. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. റോമർ 8:13 കൃത്യമായി അപ്പോസ്തലൻ ഓർപ്പിച്ചു. പരിശുദ്ധാത്മാവിനാൽ ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാം. വേറൊരു മാർഗവുമില്ല. അതിനെയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അയ്യോ ജനരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിൻ്റെ അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അപ്പോസ്തലൻ കരയുന്നുള്ളൊരു സമയം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, ഏത് സമയവും പാപത്തിൽ വീഴിക്കാവുന്ന ഈ ജഡശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അടുത്ത വാക്യം നിങ്ങൾക്കറിയാമോ? എനിക്ക് ജയം തരുന്ന കർത്താവായ യേശു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവം എനിക്ക് തൻ്റെ പുത്രനെ അയച്ചു തന്നിട്ടുണ്ട്. ആ പുത്രൻ മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ സ്തോത്രം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു: അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. ദൈവമേ, നീ എന്തെല്ലാം ചെയ്താലും സാധ്യമല്ല. നീ നിൻ്റേതായ ഏതെല്ലാം നീതിപ്രവൃത്തികൾ ചെയ്താലും ഒരു പ്രയോജനവുമില്ല. യെശയ്യാ പ്രവാചകൻ പറയും, മനുഷ്യൻ്റെ നീതിപ്രവൃത്തികൾ കറ പുരണ്ട തുണി. ഇന്ന് പാപമോചനത്തിന് വേണ്ടി, ഇന്ന് എങ്ങനെയും സ്വർഗത്തിലെത്തുന്നതിന് വേണ്ടി മനുഷ്യനെടുത്തതായ കുറുക്കു വഴികൾ, ഇതെല്ലാം ദൈവം അംഗീകരിക്കുന്നതല്ല. അതെല്ലാം കറ പുരണ്ട തുണി പോലെ ദൈവം വെറുപ്പോടെ കാണുന്നതാണ്. ഒറ്റയ്ക്കൊരു മാർഗമേ ഉള്ളൂ. എന്താണത്? അതാണ് പ്രവാചകൻ പറയുന്നത്, കല്ലായുള്ള നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. കല്ലായുള്ള ഹൃദയത്തെ ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് മാറ്റി മാംസമായ ഹൃദയത്തെ ഞാൻ അവർക്ക് കൊടുക്കും. ദൈവവുമായി നിരപ്പാകുക, ദൈവത്തോട് നിരപ്പാകുക. ദൈവമായി ഇപ്പോൾ ഹൃദയം നിരപ്പാകാൻ നിങ്ങൾക്ക് ആർക്കെല്ലാം മനസ്സുണ്ട്? പ്രിയപ്പെട്ടവർ, ഈ യാഗം നിങ്ങൾക്കറിയാം. ഈ യാഗം കഴിക്കാൻ വരുന്നവൻ, പാപം ചെയ്യുന്നവൻ പാപത്തിന് പരിഹാരത്തിനായി യാഗം കൊണ്ടുവരുന്നു. എന്നാൽ കർത്താവായ യേശു എന്താണ് പറഞ്ഞത്? നീ യാഗം കഴിക്കാൻ വരുമ്പോൾ, നീ യാഗപീഠത്തിൻ്റെ അരികിലേക്ക് നീ യാഗവസ്തുവുമായി വരുമ്പോൾ, നിന്നോടാർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ, നിനക്കാരോടെങ്കിലും പകയുണ്ടെങ്കിലെന്നല്ല, നിനക്കാരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലെന്നല്ല, നിന്നോടാർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ യാഗവസ്തു യാഗപീഠത്തിൻ്റെ അരികിൽ വെച്ചിട്ട് ഒന്നാമത് പോയി അവനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നീ യാഗം കഴിക്കുക. പ്രിയപ്പെട്ടവർ, മനുഷ്യരോട് നിരപ്പാകണം, ദൈവത്തോട് നിരപ്പാകണം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ ഹൃദയത്തെ മാറ്റും, നിൻ്റെ കല്ലായുള്ള ഹൃദയത്തെ മാറ്റും, നിൻ്റെ അഗ്രകർമ്മം പരിശോധന ചെയ്യും. മാംസമായൊരു ഹൃദയം നിനക്ക് തരും, അരുതാവുള്ളൊരു ഹൃദയം നിനക്ക് തരും, ശത്രുക്കളെ സ്നേഹിപ്പാൻ പോലും കഴിയുന്നൊരു ഹൃദയം നിനക്ക് തരും, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നൊരു ഹൃദയം നിങ്ങൾക്ക് തരും. ഇത് പരിശുദ്ധാത്മാവ് തരുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇങ്ങനെ ഒരു ഹൃദയം എനിക്ക് വേണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഇന്നത്തെ തലമുറയിൽ? ശാന്തമായി ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് മനുഷ്യരോട് നിരപ്പാകണം, ദൈവത്തോട് നിരപ്പാകണം. എന്താണ് ദൈവത്തോട് നിരപ്പാകുക എന്ന് പറഞ്ഞാൽ, കർത്താവേ, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഉറപ്പ്. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ഞാൻ എന്നെ തന്നെ നിനക്ക് തരുന്നു, എൻ്റെ ആത്മ ശരീര മനസ്സുകളെ നിനക്ക് തരുന്നു, പൂർണ്ണമായി നിനക്ക് തരുന്നു. വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഹൃദയത്തെ പരിശോധന ചെയ്യുന്ന പരിശുദ്ധാത്മാവിന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അവൻ്റെ ഇരുവായുത്തലയുള്ള വാളുകൊണ്ട് നിങ്ങളെ വെട്ടിമുറിക്കാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, കർത്താവായ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ നാളിൽ ഒരു സ്ത്രീ, ഒരു പാവപ്പെട്ട അമ്മ കർത്താവിൻ്റെ പിന്നാലെ വന്നു. നസ്രായനായ യേശുവേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ വരുന്നത്. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു, എന്നെ സഹായിക്കണമേ. കർത്താവ് കർശനമായി അവരോട് ഇടപെടുന്നു. നാം അങ്ങനെയാണ് വായിക്കുന്നത്. മക്കളുടെ അപ്പവിടുത്തെ ആയിക്കോട്ടുകൾക്ക് ഇട്ട് കൊടുക്കുന്നത് ഹിതമല്ല എന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർശനമായ വാക്കുകൾ. എന്താണ് കർത്താവ് അങ്ങനെ കർശനമായി ഇടപെട്ടത്? ആരിതിനെ മർമ്മം ഗ്രഹിക്കുന്നുണ്ട്?
പലർക്കും തോന്നും വളരെ അത്യാവശ്യക്കാരിയല്ലേ, ഭൂതബാധയാൽ വലഞ്ഞു പോയ ഒരു പെൺകുട്ടിയുടെ അമ്മയല്ലേ ആ വരുന്നത്, കെഞ്ചിക്കൊണ്ട് പിന്നാലെ വരികയല്ലേ, പിന്നെ എന്താണ് കർത്താവ് ഇങ്ങനെ നിസ്സംഗനായി നിൽക്കുന്നത്, കർത്താവ് എന്താണ് മുഖം തിരിച്ചു കളയുന്നത്, അവളുടെ കാര്യം പരിഗണിക്കാത്തത് എന്താണ് എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ സത്യം എന്താണെന്നറിയാമോ? ആ സ്ത്രീയിൽ ഭൂതബാധയുണ്ട്. ആ സ്ത്രീയുടെ ഭൂതബാധയാണ് ആ മകളിലേക്ക് വന്നിരിക്കുന്നത്. മകളിലുള്ള ഭൂതബാധ പ്രകടമാണ്, അമ്മയുള്ളത് പ്രകടമല്ല. അമ്മയത് തിരിച്ചറിഞ്ഞില്ല. ആ അമ്മ ആ അവസ്ഥയിൽ ആ മകൾക്ക് വേണ്ടി അപേക്ഷിച്ചാൽ നടക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് അപേക്ഷ കേൾക്കാൻ നിവർത്തിയില്ല. സ്തോത്രം. കർത്താവിൻ്റെ ഇരുവായി തലയുള്ള വാള് ആ സ്ത്രീയുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. ഏതാനും വാക്യങ്ങളിലൂടെ, ഏതാനും വചനങ്ങളിലൂടെ അവളുടെ ഹൃദയത്തെ കർത്താവ് ചെത്തുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവസാനം അവൾ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് എടുക്കുന്ന വിഹിതമല്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കൾ തിന്നുന്നുണ്ടല്ലോ എന്നവൾ പറഞ്ഞു. അവളുടെ ഹൃദയം പരിശോധന ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അവൾ വിശ്വാസിയായി മാറിക്കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ ഇരുവായി തലയുള്ള വചനമാകുന്ന വാള് അവളുടെ ഹൃദയത്തെ പരിശോധന ചെയ്തു കഴിഞ്ഞു. ഇനി അവളിൽ നിന്നുകൊണ്ട് കർത്താവിനെ പ്രാർത്ഥിക്കാം. കർത്താവ് തിരിഞ്ഞു വന്നു, അവളോട് പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. പ്രിയപ്പെട്ടവർ, വചനം കേൾക്കുന്ന ദൈവവേദന ഒരു വിശ്വാസിയാകാൻ, ഈ തലമുറയിൽ കർത്താവിന് ആശ്വാസം കൊടുക്കാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ, രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും നിനക്ക് മനസ്സാണോ? കർത്താവിനെ ഒരുക്കും. നിൻ്റെ കല്ലായുള്ള ഹൃദയം മാറ്റും, മാംസമായ ഹൃദയം നിനക്ക് തരും. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 26-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. സ്തോത്രം. പ്രിയപ്പെട്ടവർ, അതിനുവേണ്ടി മല കയറണ്ട, പുണ്യസ്ഥലങ്ങളിലേക്ക് പോകണ്ട, അതിനുവേണ്ടി നീ അധ്വാനിക്കണ്ട. സ്തോത്രം. എന്ന് മുട്ടിന്മേലിറങ്ങണ്ട, പള്ളിയുടെ മറ്റത്തോട് ഉരുളണ്ട. ദൈവത്തിന് നിൻ്റെ ഒരു പ്രവൃത്തിയുമല്ല വേണ്ടത്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. നിത്യനായ ദൈവം ഇന്ന് നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. എല്ലാം ദൈവം ചെയ്യുന്നതാണ്. നിൽക്കാമോ? ഈ തലമുറയിൽ നിൽക്കാമോ? അവൻ്റെ ഭാവത്തോടെ നിൽക്കാമോ? അവൻ്റെ വകയായി നിൽക്കാമോ? അവനൊരു ആശ്വാസപുത്രനായി, നിത്യനായ ദൈവത്തിനൊരു ആശ്വാസപുത്രിയായി തലമുറയിൽ നിൽക്കാമോ? തീയിൽ വെന്തുകൊണ്ടിരിക്കുന്ന അനേക കൊള്ളികളെ വലിച്ചെടുക്കുവാൻ ദൈവത്തിനെ ഉപയോഗിക്കും. നിൽക്കാൻ നിനക്ക് മനസ്സാണോ? ആണെങ്കിൽ ദൈവം ഇതിൽ നിൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവാൻ ദൈവം ആ ഹൃദയത്തിലേക്ക് വരും, കല്ലായുള്ള നിൻ്റെ ഹൃദയം മാറ്റും, നിൻ്റെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിശോധന ചെയ്യും. ദൈവത്തിനൊരു പ്രയാസവുമില്ല. വചനമാകുന്ന വാളുകൊണ്ട് അവൻ നിന്നെ കീറി മുറിക്കും, അവൻ നിന്നെ ചെത്തി വെടിപ്പാക്കും. ഫലം കായ്ക്കണം, അധികം ഫലം കായ്ക്കണം, ചെത്തി വെടിപ്പാക്കും. എല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യും. മാംസമായ ഹൃദയം തരും, നിന്നെ മുട്ടിന്മേൽ മണിക്കൂറുകളിരുത്തും, നിന്റെ നാവിലും സ്തുതി തരും. നിലയ്ക്കാത്ത സ്തുതി, നിറഞ്ഞ സ്തുതി, ദൈവസ്നേഹത്താൽ നിറഞ്ഞ സ്തുതി. ഇപ്പോൾ ഹൃദയം കർത്താവിന് കൊടുക്കാൻ ആർക്കെല്ലാം മനസ്സുണ്ട്? ഹൃദയം ദൈവത്തിനായി വിട്ടുകൊടുക്കാൻ ആർക്കെല്ലാം മനസ്സുണ്ട്? ആത്മശരീര മനസ്സുകളെ പൂർണ്ണമായി കർത്താവിന് വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് നമ്മുടെ തലകളെ ഉണക്കാം, നമുക്ക് സമർപ്പിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ തൃപ്പാത്തികൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. സൃഷ്ടാവായ ദൈവമേ, ഞങ്ങളെ മെനഞ്ഞവനായ ദൈവമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്താൻ നിനക്ക് കഴിവെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം തരുവാൻ, മാംസമായൊരു ഹൃദയം തരുവാൻ, മാനസാന്തരമുടെ ഒരു ഹൃദയം തരുവാൻ, അഗ്രചർമ്മത്തെ ചെത്തി വെടിപ്പാക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. എല്ലാവരും അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. എല്ലാവരും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.